ഞാൻ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് ഇതുവരെ കറാമത്തിന് തെളിവുകളായി ഉദ്ധരിച്ചത്. ഇനി സഹീഹുൽ ബുഖാരിയിലേക്ക് പോകാം. 3 കുട്ടികൾ തൊട്ടിലിൽ നിന്ന് സംസാരിച്ചു. കറാമത്തിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ ആണല്ലോ ഈ സഹായം തേടുന്നതിനെതിരെ ആദ്യം സംസാരിച്ചത്. പക്ഷേ അയാൾക്കത് പിടിച്ചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്ന് സഹായം തേടിയെന്നും തേടിയവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചുവെന്നും അദ്ദേഹം തന്നെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ എഴുതേണ്ടി വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹായം ചോദിച്ചുകൂടാ, അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിച്ചുകൂടാ എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ തന്നെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ആ വാദം ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇരിക്കട്ടെ, അതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. നമ്മൾ ഓർക്കണം, മഹാനായ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇബ്നു തൈമിയ തന്നെ ഉദ്ധരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കുട്ടികൾ തൊട്ടിൽ നിന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞത് ഒരു കുട്ടി ഈസാ നബി അലൈഹിസ്സലാമാണ്, പ്രസവിച്ച ഉടനെ സംസാരിച്ച കുട്ടി. മറ്റൊരു കുട്ടി ഏതാണ്? നബിതങ്ങൾ പറയാണ്, ഒരു സ്ത്രീ ഒരു ചെറിയ കുട്ടിയെ മുല കൊടുത്തിങ്ങനെ കൊണ്ടുപോവാണ്, ചെറിയ കുഞ്ഞാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതാ ഒരാൾ വലിയ കുതിരപ്പുറത്ത് അന്തസ്സിൽ വന്നിങ്ങ് ഇറങ്ങി. ആളുകളൊക്കെ അയാളെ വല്ലാതെ ബഹുമാനിക്കുകയാണ്. അപ്പം ഈ ഉമ്മ അങ്ങ് വേറുന്നു, അല്ലാഹുമ്മ ജഅൽ ഇബ്നി മിസ്ലഹു, എൻ്റെ മോനെ ഇദ്ദേഹത്തെ പോലെ ആളുകളൊക്കെ ആദരിക്കുന്ന ഒരാളാക്കി തരണേ എന്ന് വേറുന്നു. ഉടനെ ഈ കുട്ടി എന്ത് ചെയ്തു? മുലയങ്ങ് വിട്ടുകളഞ്ഞു. സംസാരത്തിൻ്റെ കാലായിട്ടില്ല, സംസാരത്തിൻ്റെ ശേഷി എത്തിയിട്ടില്ല. കുട്ടി അങ്ങോട്ട് സംസാരിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ലഹു, അല്ലാഹുവേ അവനെ പോലെ എന്നെ നീ ആക്കരുതേ എന്നങ്ങ് പറഞ്ഞു. ഒരൊറ്റ ദുആ. ഉമ്മ വലിയ അത്ഭുതത്തിലായിപ്പോയി. കുറച്ച് കഴിയുമ്പോൾ ഇതേ ഉമ്മ കുട്ടിയെയും കൊണ്ട് പോകുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു പെണ്ണിനെ ആളുകളൊക്കെ കല്ലെറിയുകയും ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഉമ്മ ദുആയിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽ ഇബ്നി മിസ്ലഹാ, എൻ്റെ മോനെ ഒരിക്കലും ആളുകളൊക്കെ കുറ്റം പറയുന്ന ഈ പെണ്ണിനെ പോലെ ആക്കല്ലേ എന്ന് ദുആയിരുന്നു. ഉടനെ കുട്ടി മുലയങ്ങ് ഇട്ടിട്ട് ദ്വാരക്കാണ്, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹാ, അവളെ പോലെ എന്നെ ആക്കിത്തരണേ എന്ന് ദ്വാരക്കാണ്. അത്ഭുതപ്പെട്ടു ആ സ്ത്രീ. ചോദിച്ചു ആ കുട്ടിയോട്, എന്താണിത്? അപ്പോൾ പറഞ്ഞു, ഉമ്മ, ആദ്യത്തെ വ്യക്തി ഉണ്ടല്ലോ, അയാൾ വലിയ അഹങ്കാരിയാണ്, വലിയ നേതാവായിട്ട് അഹങ്കാരിയായിട്ട് വന്നതാ. നേതാവായതുകൊണ്ട് അഹങ്കാരം ആവശ്യമില്ലല്ലോ. ഏറ്റവും വലിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലേ? നേതാവായതിന് അഹങ്കാരം വേണോ? ഏറ്റവും താഴ്മയുള്ള വ്യക്തിയും ലോകത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, അഹങ്കാരിയാണ്. അപ്പം അദ്ദേഹത്തിന് ആളുകളുടെ ഇടയിൽ ബഹുമാനമുണ്ട്, പക്ഷേ പടച്ചവൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കണ്ടെന്ന് വരുന്നത്. അപ്പം നിങ്ങൾ നോക്ക്, അയാളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കിബിറ് ഈ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്. ബാവാമോദോഗ്യെന്ന് കൊത്തുബായി വന്നോവർ. ചില കുട്ടികൾ അങ്ങനെ ഉണ്ട്, ഉമ്പാൻ്റെ മുതുകുന്ന് വരുമ്പം തന്നെ ഔലിയാക്കൽപ്പെട്ടിട്ടാ വരിക. ഈ കുട്ടി അതിൽ പെട്ടതാ. ആ കുട്ടി അദ്ദേഹത്തിൻ്റെ മനസ്സ് നോക്കി വായിച്ചുകൊണ്ട് പറയാണ്, ബുഖാരിയിലുള്ള ഹദീസാ. പിന്നെയോ രണ്ടാമത് ആളുകളൊക്കെ ചീത്ത പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയെപ്പറ്റി കുട്ടി പറയാണ്, ഉമ്മാ, ആളുകൾ അവളെ എറിയുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, സനൈറ്റി സറക്കത്തി, കട്ടു, വ്യഭിചരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൾ കട്ടിട്ടുമില്ല, വ്യഭിചരിച്ചിട്ടുമില്ല. വതഖൂലു ഹസ്ബി അല്ലാഹ്, ആ പെണ്ണിങ്ങനെ അള്ളാഹു എനിക്ക് മതി, അള്ളാഹ്ക്ക് എൻ്റെ കാര്യം അറിയാമല്ലോ എന്ന് സമാധാനിക്കുന്ന പെണ്ണാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതും ഈ കുട്ടിക്ക് അള്ളാഹു കറാമത്ത് മുഖേന അറിയിച്ചു കൊടുക്കുകയാണ്. ഇത് മുൻകഴിഞ്ഞ സമുദായത്തിലുണ്ടായ കറാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. വേറെ ഒന്ന് അതിൽ തന്നെ പറയുന്ന ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം നിങ്ങൾ പലപ്പോഴും കേട്ടതാകും. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം ഉന്നയിക്കപ്പെട്ടു. ശുദ്ധമായ കളവ് ഒരു വേശ്യപ്പെണ്ണ് പറഞ്ഞതാണ്. പക്ഷേ ജനങ്ങളത് വിശ്വസിച്ചു. ജനങ്ങൾ കയറിയിട്ട് ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആരാധന നടത്തുന്ന മണ്ഡപം വലിച്ചെറിഞ്ഞു. ജുറൈജ് റളിയല്ലാഹുവിനെ തല്ലാണ്, ചീത്ത പറയാണ്. അപ്പം ജുറൈജ് റളിയല്ലാഹു നീ എന്തിനാണ്? നീ ഇവളെ വ്യഭിചരിച്ചില്ലേ? ഇവളെ ഞാൻ വ്യഭിചരിച്ചു എന്നോ?
സുബ്ഹാനല്ലാ, ആ പെണ്ണ് വ്യഭിചാരത്തിന് ക്ഷണിച്ചുകൊണ്ട് പലപ്പോഴും വന്നപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത മഹാനാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു. ആ ജുറൈജ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ പറയുന്നു, ഒരു 2 റകഅത്ത് നിസ്കരിക്കാനും സമയം തരുമോ? 2 റകഅത്ത് നിസ്കരിക്കുന്നു. നിസ്കരിച്ച് വന്നിട്ട് ആ ചെറിയ പിഞ്ചുകുട്ടിയുണ്ട്, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ വയറ്റിന് 2 മുട്ട് കൊടുക്കുന്നു. ചോദിക്കുന്നു, മൻ അബൂക്ക്, നിന്റെ ബാപ്പ ആരാണ് കുട്ടി? ആ കുട്ടി വളരെ സ്ഫുടമായി പറയുന്നു, അതേ റാഈഗനം, ആ പർവ്വതത്തിൽ ആട്ടിനെ മേക്കുന്ന ആട്ടിടയനാണ്, നിങ്ങളല്ല. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസാണ് ഇമാമിങ്ങൾ തെളിവ് പറഞ്ഞത്. എന്തിന്? ഔലിയാക്കൾ വിചാരിക്കുമ്പം തന്നെ ചിലപ്പോൾ കറാമത്തുണ്ടാകും. അവർക്ക് കറാമത്ത് വേണമെന്ന് വിചാരിക്കുമ്പം തന്നെ കറാമത്തുണ്ടാകും. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് ഇപ്പോൾ ഇവിടെ കറാമത്തുണ്ടാകണം എന്ന ചിന്ത വന്നു. അങ്ങനെ ഒരു ചിന്ത അല്ലാഹു തആല ഖൽബിൽ തോന്നിപ്പിച്ചും കൊടുത്തു. നിങ്ങൾ മുട്ടിക്കോ, വയറ്റിന് മുട്ടി ചോദിച്ചോ, കുട്ടി പറഞ്ഞോളും. അതാണല്ലോ വലിയ വലിയ മഹാന്മാരുടെ അവസ്ഥ. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പാറവൻ ഞാനെന്നോവർ. അല്ലാഹുവിങ്കൽ നിന്നുള്ള അനുമതി ലഭിക്കാണ്. നിങ്ങൾ അങ്ങനെ അങ്ങ് ചോദിച്ചാൽ കുട്ടി അങ്ങ് പറഞ്ഞോളും. അള്ളാഹു അങ്ങനെ വിവരം കൊടുത്തിട്ടുണ്ടാകും. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു വയറ്റിന് മുട്ടിയിട്ട് ചോദിക്കുകയാണ്, മൻ അബൂക്ക്. അപ്പൊ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ എന്ത് വിശ്വാസമുണ്ട്? അല്ലാഹ് എന്നെ വെറുതെ ആക്കൂല. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, അവർ ഉദ്ദേശിക്കുന്നത് അള്ളാഹ് കൊടുക്കൂന്ന് പറഞ്ഞില്ലേ. അപ്പോ ഞാൻ ചോദിച്ചാ വെറുതെ ആവൂല എന്ന് മഹാനവറുകളെ മനസ്സിൽ വിശ്വാസമില്ലെങ്കിൽ മുട്ടിയിട്ട് ചോദിക്കുക. എല്ലാം തന്നെ തല്ലുണ്ടാക്കുക ജനങ്ങൾ. എല്ലാവരും കൂടി വന്ന് തല്ലുമ്പോഴാണ് ഈ ചെറിയ കുട്ടീൻ്റെ തല വയറ്റിന് മുട്ടിയിട്ട് മൻ അബൂക്കുതനം കുട്ടി കേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അപ്പൊ അവിടെ കുട്ടി ശരിക്കങ്ങ് പറയാണ്, നിങ്ങളല്ല, ആട്ടിടയനാണ്. ഇത് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള കറാമത്താണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹീഹ് മുസ്ലിമിലുള്ള കറാമത്ത്? സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഒരു രാജാവ്, അദ്ദേഹത്തിന് ഒരു സാഹിറുണ്ട്. സാഹിർ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, സിഹിർ ചെയ്തു കൊടുക്കുന്ന ആള്, മാരണപ്രവർത്തനം നടത്തുന്ന ആള്. സിഹിർ എന്ന് എന്തിനാ പറയാ? ശൈത്താനെ കൂട്ടുപിടിച്ചിട്ട് ചില അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് സിഹിർ എന്ന് പറയാം. ശൈത്താൻ്റെ ചില അത്ഭുതങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ ഇവിടെ സാധിക്കും. അങ്ങനെ ചില അത്ഭുതങ്ങൾ ഇപ്പം നിങ്ങൾ കാണില്ലേ, ഈ കള്ളത്തരീക്കത്തുകാരും ഷിയാക്കളൊക്കെ ചില അത്ഭുതം കാണിക്കും. ഷിയാക്കൾ എന്ത് ചെയ്യുന്നു? കുറേ ദിക്റെല്ലാം ചൊല്ലിയിട്ട് നെഞ്ഞത്ത് കുത്തുന്നു, അല്ലെ ബാറ്റിന് കുത്തുന്നു, നിന്റെ ബേ മുറി കൂടുന്നു. ഇത് കറാമത്താൻ വിചാരിക്കണ്ട, അത് സിഹിറ. കറാമത്ത് പോലെ തന്നെ ശൈത്താന്റെ കക്ഷികൾക്ക് സിഹിർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ദജ്ജാല് എന്തൊക്കെ അത്ഭുതം കാണിക്കും, മരിച്ചവനെ വരെ ഹയാത്താക്കി കാണിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അവിടെ തന്നെ കറാമത്ത് അല്ലാത്തത് തമ്മിൽ വേർതിരിച്ചറിയൽ എങ്ങനെ? മുത്തഖീങ്ങളായ ആളുകളിൽ നിന്ന് സംഭവിക്കുമ്പോൾ കറാമത്ത്, ഇത്തരം തമാടികളിൽ നിന്നുണ്ടാകുമ്പോൾ സിഹിർ അല്ലെങ്കിൽ ഇസ്തിദ്റാജ്, അതിൻ്റെ പേര് തന്നെ വേറെയാണ്. അപ്പോൾ ഒരു സാഹിറുണ്ട്, ആ സാഹിർ പല അത്ഭുതവും കാണിക്കും. അപ്പോൾ ഈ സാഹിറിന് വയസ്സായപ്പോൾ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ രാജാവിനോട് പറഞ്ഞ്, എനിക്ക് നിങ്ങളൊരു കുട്ടീനെ തരണം സിഹിർ പഠിപ്പിച്ചു കൊടുക്കാൻ. കാരണം ഞാൻ മരിച്ചാലും അങ്ങനല്ലോ, പീറ്റ പൊരിയുമ്പം തെയ്വെക്കണമല്ലോ, ഇനി വിളഞ്ഞു പറിക്കണമല്ലോ, അതുപോലെ എനിക്കൊരു കുട്ടീനെ തരണം പഠിക്കാൻ. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? ഒരു കുട്ടീനെ അയച്ചു കൊടുത്തു. ഞാൻ ചുരുക്കി പറയാം, വായിച്ച് പറഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും. അങ്ങനെ ഈ കുട്ടി പോകുമ്പോൾ വഴിക്കൊരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതൻ്റെ അടുക്ക പോയിട്ട് പണ്ഡിതൻ്റെ ഉപദേശം കേൾക്കും ഈ കുട്ടി. അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് സാഹിറിൻ്റെ അടുത്ത് പോവുക. ചിലപ്പോൾ മടങ്ങി വരുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെ എപ്പോഴും അപ്പം എന്തായി എന്ന് ചോദിച്ചാൽ, സാഹിറാകുന്ന ഗുരുനാഥൻ്റെ അടുക്കൽ എത്തുമ്പം വൈകിയാൽ ആ ഗുരുനാഥൻ അടിക്കും. അതേ സമയത്ത് അപ്പുറത്തിയാലും വൈകിയാലും പ്രശ്നമാണ്. അപ്പോൾ ഈ റാഹിബ് പണ്ഡിതനോട് ഈ കുട്ടി ചോദിച്ചു, ഞാനെന്താ ചെയ്യേണ്ടത്? അപ്പം അയാൾ പറഞ്ഞ്, നീ എന്ത് ചെയ്യുക, നീ പോയിട്ട് സാഹിറിനോട്, സാഹിർ എന്നെ വിടായിട്ടാണ് എന്ന് പറഞ്ഞേക്കണം. വീട്ടിലെത്താൻ വൈകിയാൽ, അല്ലെ രാജാവിൻ്റെ അടുത്ത് എത്താൻ വൈകിയാൽ, ഇനി അല്ല തിരിച്ചാണെങ്കിൽ അവിടെ നിന്ന് വരാം, അവർ വിടാത്തതുകൊണ്ടാണെന്ന് പറയണമെന്ന് പറഞ്ഞു. ഏതായിരുന്നാലും അതും പറഞ്ഞിങ്ങനെ കുട്ടി പോകുമ്പോൾ
കുട്ടീൻ്റെ മനസ്സിലിങ്ങനെ ചിന്തണ്ട്, ഏതാ പഠിച്ചവനെ ശരി, ഈ ആലിമ് പണ്ഡിതൻ പഠിപ്പിക്കുന്നതാണോ ശരി, ഇങ്ങനൊരു സംശയമുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫബൈനമാഹുവ അലാ ദാലിക ഇത് അത അലാ ദാബത്തിൻ അളീമത്തിൻ ഖദ് ഹബിസത്തിൻ നാസ്. പോകുന്ന വഴിക്ക് ഒരു മൃഗം, ആരെയും പോകാൻ വിടുന്നില്ല, ഒരു മൃഗം. അപ്പം ഈ കുട്ടി മനസ്സുകൊണ്ട് വിചാരിച്ച് സിഹിർ ചെയ്യുന്നവനോ നല്ലത് പണ്ഡിതനോ നല്ലത് നിപ്പം പരിശോധിക്കും ഞാൻ. ഈ കുട്ടി എന്ത് ചെയ്യും, ചെറിയൊരു കല്ലെടുത്തിട്ട് ആ കല്ല് കൊണ്ട് ഒരു ഏറ് കൊടുക്കുകയാണ്. എന്തിനെ, ഈ മൃഗത്തെ. അപ്പം എന്താ പറയുന്നത്, ഈ ചെറിയ കല്ലുകൊണ്ട് ഈ മൃഗത്തെ, പടച്ചവനെ ആ പണ്ഡിതനാണ് ശരിയെങ്കിൽ നീ ഈ ഏറുകൊണ്ട് ആ മൃഗത്തെ ശരിപ്പെടുത്തണം, കൊന്നുകളയണം. ഒരുപാട് ആളുകളുണ്ട്. കുട്ടി അവിടെ ഇങ്ങനെ നിന്നിട്ട് ചെയ്ത ഒരു പണിയാണ്. അത് കഴിയുമ്പോൾ തന്നെ കുട്ടിയുടെ ഏറ് ചെറിയ ഏറാ, ചെറിയ കല്ല. പക്ഷേ ആ മൃഗം അവിടെ വെച്ചങ്ങ് ചത്തുപോയി. ആളുകളെല്ലാം പോകേണ്ട സ്ഥലത്ത് പോയി. അങ്ങനെ വന്നപ്പോൾ പണ്ഡിതൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ കുട്ടി ഈ സംഭവം പറഞ്ഞു. അപ്പം ഈ പണ്ഡിതൻ പറഞ്ഞു, മോനെ, എന്നെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനത്താണ് നീ ഇപ്പോഴുള്ളത്. ഇഖ്ലാസോടെ ഇൽമു പഠിച്ചാൽ അങ്ങനെ. എന്നെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനത്താണ് മോനെ നീ. ഞാൻ ഇത്രയൊക്കെ വന്നല്ലോ, പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നിനക്ക് ചില പരീക്ഷണങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവും. അപ്പം നീ ഒരിക്കലും എൻ്റെ പേരാരോടും പറയരുതേ. പിന്നെന്തുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്, ആ കുട്ടി പിറവിയിലെ ഉള്ള അന്ധത സുഖപ്പെടുത്താൻ തുടങ്ങി. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. വല്ലബ്റസ, വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്താൻ തുടങ്ങി. വൈദാവിന്നാസമിൻസായിരില്ലതുവായി, ഒരുപാട് രോഗങ്ങൾക്ക് ഈ കുട്ടി മുഖേന ശമനം കിട്ടാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വരുമ്പോൾ നേരത്തെ സിഹിർ പഠിക്കാൻ പറഞ്ഞേച്ച രാജാവിൻ്റെ അടുത്തിരിക്കുന്ന മന്ത്രിയും ഈ വിവരമറിഞ്ഞു. ആ മന്ത്രിക്ക് കണ്ണിന് കാഴ്ചയില്ല. ആ മന്ത്രി തന്നെ ഈ കുട്ടിയെയും തെരഞ്ഞ് വലിയ ഹദിയയുമായി വന്നു. അങ്ങനെ വലിയ ഉപഹാരവുമായി വന്നു. സുബ്ഹാനല്ലാഹ്. കുട്ടിയുടെ കയ്യിലേക്ക് ഉപഹാരം വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറയാണ്, ഹിയലക ഇൻ അന്ത ശഫൈതനി, മോനെ, നീ എൻ്റെ രോഗം സുഖപ്പെടുത്തിയാൽ ഈ ഹദിയ മുഴുവനും നിനക്കുള്ളതാണ്. അപ്പ ഈ കുട്ടിയുടെ മറുപടി എന്താണ്? ഫഖാല ഇന്നീ ലാ അശ്ഫി അഹദാ ഇന്നമാ യശ്ഫില്ലാഹ്, ഞാനൊരാളെ രോഗവും സുഖപ്പെടുത്തൂല, അള്ളാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ. നമ്മളും അങ്ങനെ തന്നെയാ പറയേണ്ടത്. സുഹൃത്തുക്കളെ, അങ്ങനെ പറയല ഔലിയാക്കൾക്ക് താല്പര്യം. അവർ മുഖേന അല്ലാഹു തആല ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ല ചെയ്തു എന്ന് പറയുന്നതാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെയാ പറയേണ്ടത്. ഒരു ഡോക്ടർ മുഖേന രോഗം മാറിയാൽ ഡോക്ടറാണ് എൻ്റെ രോഗം സുഖപ്പെടുത്തിയത് എന്നല്ല പറയേണ്ടത്, ആ ഡോക്ടർ മുഖേന അല്ല സുഖപ്പെടുത്തി എന്നാ പറയേണ്ടത്. ഒരു മരുന്ന് മുഖേന രോഗം സുഖപ്പെട്ടാൽ ആ മരുന്ന് മുഖേന അള്ളാഹു സുഖപ്പെടുത്തി എന്നാ പറയേണ്ടത്, ആ മരുന്ന് സുഖപ്പെടുത്തി എന്നല്ല. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഇനി അഥവാ ആരെങ്കിലും ഒരാൾ ആ മരുന്ന് സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവൻ മുശിരിക്കായി എന്ന് മുജാഹിദ് വിധിക്കും പോലെ വിധിക്കണ്ട. അതുകൊണ്ട് മുശിരിക്കാവൂല. അവൻ്റെ വിശ്വാസം ക്ലിയറാണോ, ശിർക്ക് വരൂല. പക്ഷേ പറയേണ്ട രൂപം ഇങ്ങനെയാണ്: മരുന്ന് മുഖേന അള്ളാഹു സുഖപ്പെടുത്തി, ഡോക്ടർ മുഖേന അള്ളാഹു സുഖപ്പെടുത്തി, ആ വലിയിൻ്റെ കറാമത്ത് മുഖേന അള്ളാഹു സുഖപ്പെടുത്തി, ആ പണ്ഡിതൻ്റെ ദുആ മുഖേന അള്ളാഹു സുഖപ്പെടുത്തി. അതുപോലെ അതാ നേർച്ച മുഖേന അല്ലാഹു സുഖപ്പെടുത്തി, ആ സദഖ മുഖേന അള്ളാഹു സുഖപ്പെടുത്തി. അങ്ങനെ പറയുന്നതാണ് നല്ലത്. അല്ലാതെ പറഞ്ഞാൽ ശിർക്കാകുമെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. വിശ്വാസമാണ് നോട്ടം. സുഖപ്പെടുത്തിയ അള്ളയാണ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിൽ, അതുകൊണ്ട് ഇതൊരു കാരണമാണ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിൽ ആ പറച്ചൽ കൊണ്ട് ശിർക്കൊന്നും വരൂല. കാരണം വിശ്വാസത്തിന് കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട്. പക്ഷെ പറയാൻ നല്ലത് ഇങ്ങനെയാണ്. ഈ കുട്ടി തിരുത്തുകയാണ്, ഞാൻ ആരെയും സുഖപ്പെടുത്തുന്നില്ല, അള്ളയാണ് സുഖപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ഫൈൻ ആമന്ത ബില്ലാഹി, അള്ളാന്റെ റസൂല് പറയാണ്,
ഫൈൻ ആമന്ത ബില്ലാഹി ദഅൗതുല്ലാഹ ഫസഫാക്, നീ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചാൽ ഞാൻ അള്ളാനോട് പറയും നിന്റെ രോഗം സുഖപ്പെടുത്താൻ, അപ്പൊ അള്ളാഹു സുഖപ്പെടുത്തി തരും. അങ്ങനെ ഗ്യാരണ്ടി പറയാൻ കഴിയോ? അങ്ങനെ ഗ്യാരണ്ടി പറയാൻ കഴിയുന്നവരുണ്ടെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഏതുപോലെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ, എൻ്റെ ഈ കുപ്പായം കൊണ്ടുപോയി ബാപ്പാൻ്റെ മുഖത്തിട്ടോളൂ, ബാപ്പ കാഴ്ചയുള്ളവനായി വന്നോളും. ഗ്യാരണ്ടിയാണ്. അങ്ങനെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ചിലപ്പോൾ ഗ്യാരണ്ടി പറയാൻ കഴിയും. ഈ മഹാനായ കുട്ടി അതേ അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ട കുട്ടിയാണ്. ആ കുട്ടി ഗ്യാരണ്ടി പറയാണ് അള്ളാഹ് സുഖപ്പെടുത്തി തരും. എന്താ കാരണം? ഖുർആനിൽ അത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ളവർക്ക് അല്ലാഹു തആല ദുആക്ക് ഉത്തരം കൊടുക്കും. ഖുർആനാണ്. അവരെ ദുആ അല്ലാഹ് തട്ടൂല. അത് തന്നെ ബുഖാരിയിലെ ഹദീസിലും കാണാം, വൈൻസാലനീലൊഴുത്തിയന്നഹു, എൻ്റെ ഔലിയാക്കളിൽപ്പെട്ടവരെന്നോട് ചോദിച്ചാൽ ഞാൻ എന്തായാലും കൊടുക്കും. വൈനിസ്താദനീലൗഈദന്നഹു, ഞാതാ എൻ്റെ ഔലിയാക്കളിൽപ്പെട്ടവരെന്നോട് കാവല് ചോദിച്ചാൽ ഞാൻ എന്തായാലും കാവല് കൊടുക്കും. അല്ലാഹു തആല കൊടുക്കുന്ന പവറാണ്. അതിന് ഒരു മുജാഹിദും അസൂയ വെച്ചിട്ട് കാര്യമില്ല. ഒരു പുത്തൻവാദിയും അസൂയ വെച്ചിട്ട് കാര്യമില്ല. പടച്ചവൻ കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹം അതാ അള്ളാനെ കൊണ്ട് വിശ്വസിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെടുത്തുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത മന്ത്രി അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്ന വ്യക്തി രാജാവിൻ്റെ സമീപത്തേക്ക് കാഴ്ചയോടെ വരികയാണ്. രാജാവ് ചോദിക്കുന്നു, നിനക്കാരാ കണ്ണ് തിരിച്ചു തന്നത്? രാജാവിനോടുള്ള മറുപടി, റബ്ബി, എൻ്റെ റബ്ബ് തിരിച്ചു തന്നു. അപ്പോഴാണ് ഈ രാജാവിൻ്റെ ചോദ്യം, അവലക റബ്ബുൻ ഗൈരി, ഞാനല്ലാത്ത റബ്ബുണ്ടോ നിനക്ക്? ഞാനല്ലേ നിന്റെ റബ്ബ്, ഞാനല്ലാത്ത അതാ സംരക്ഷകനുണ്ടോ നിനക്ക്? അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മറുപടി, റബ്ബി വ റബ്ബുക്കല്ലാഹ്, നിങ്ങളെ റബ്ബും എൻ്റെ റബ്ബും അള്ളയാണ്. സുബ്ഹാനല്ലാഹ്. അതങ്ങ് പറഞ്ഞപ്പോ ഈ അഡ്വൈസ് ചെയ്യുന്ന വ്യക്തിയെ അല്ലെങ്കിൽ മന്ത്രിയെ രാജാവ് പിടിച്ച് ശിക്ഷിക്കാൻ തുടങ്ങി. ശിക്ഷ കടുപ്പം കൂടിയപ്പോൾ എനിക്കിത് പറഞ്ഞു തന്ന് ഇന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ കുട്ടിയെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ചുരുക്കി പറയാണ്, വിളിച്ചു കൊണ്ടുവന്നപ്പോൾ രാജാവിന് വലിയ സന്തോഷമായി. രാജാവ് പറയാണ്, മോനെ വെരി ഗുഡ്, വളരെ ഉഷാറായിക്കിട്ടെൻ്റെ മോൻ. ഞാൻ പണ്ട് പഠിക്കാൻ പറഞ്ഞേച്ചല്ലേ, സീറ് പഠിക്കാൻ പറഞ്ഞേച്ചല്ലേ, ഈ എന്തെല്ലാം അത്ഭുതങ്ങളായപ്പോൾ മോൻ മുഖേന ഉണ്ടാകുന്നത്. നല്ല മോന്. ഓ, രാജാവ് റാങ്ക് കൊടുക്കാൻ പോവാണായിരിക്കും ഈ കുട്ടിക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പോ കുട്ടി പറയാണ്, നിങ്ങളെ സീറ് കൊണ്ടൊന്നല്ല ഇത്. പിന്നെ ഈ രാജാവ് ചോദിക്കുന്ന, ഐ ബുനയ്യ ഖദ് ബലഗ മിൻ സിഹ്രിക മാ തുബ്രിഉ ബിൽ അക്മഹ വൽ അബ്റസ വതഫഅലു വതഫഅലു, കണ്ണിന് ജനിക്കുമ്പോൾ തന്നെ കാഴ്ചയില്ലാത്ത കാഴ്ച കൊടുക്കുന്നുണ്ടല്ലേ, അതുപോലെ വെള്ളപ്പാണ്ട് മാറുന്നുണ്ടല്ലേ, ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, നീ വലിയ സ്ഥാനത്തെത്തിപ്പോയല്ലേ. അപ്പോഴാണ് കുട്ടിയുടെ മറുപടി, നീലാസ്വിഹദൻ, ഞാൻ ഒരാളെയും സുഖപ്പെടുത്തുന്നില്ല, ഇന്നമാ യസ്ഫില്ല, അള്ളയാ സുഖപ്പെടുത്തുന്നത്. ഉടനെ തന്നെ ആ കുട്ടിയെ പിടിച്ച് ശിക്ഷിക്കുകയാണ്. ശിക്ഷ കടുപ്പം കൂടിയപ്പോൾ ആരാ നിനക്കത് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പണ്ഡിതന്റെ പേര് പറഞ്ഞു. ആ പണ്ഡിതനെ കൊണ്ടുവന്നു. എന്നിട്ട് ആ പണ്ഡിതനോട് പറഞ്ഞു, നിന്റെ മതത്തിൽ നിന്ന് നീ മാറിക്കൊള്ളണം. അദ്ദേഹം അതിന് തയ്യാറായില്ല. അപ്പൊ ഇമാം മുസ്ലിം റിപ്പോർട്ടിന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഫദഅബിൽ മിൻശാർ, അദ്ദേഹത്തെ ഈർന്ന് മുറിക്കാൻ വേണ്ടി ഈർച്ചവാള് കൊണ്ടുവന്നു. എന്നിട്ട് അയാളെ തലയുടെ മേലെ മൂർദാബിൽ ഈർച്ചവാള് വെച്ച് ഈർന്ന് 2 കഷ്ണമാക്കി പിളർത്തി എങ്ങിട്ടു ആ മഹാനെ. സുബ്ഹാനല്ലാഹ്. ശേഷം രാജാവിൻ്റെ അഡ്വൈസ് ചെയ്യുന്ന ആളെ വിളിച്ചു. നിന്റെ ആശയത്തിൽ നിന്ന് ദീനെന്ന് മാറണമെന്ന് പറഞ്ഞു. തയ്യാറാകാതിരുന്നപ്പോൾ കുട്ടിയുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെയും ഈർച്ചവാട് കൊണ്ട് മുറിച്ച് 2 കഷ്ണമാക്കി.
മൂന്നാമത് കുട്ടിയെ കൊണ്ടുവന്ന് പറഞ്ഞു, മോനെ മാറിക്കോ, നീ അല്ലാഹുള്ള വിശ്വാസത്തിൽ നിന്ന് മാറിക്കോ, അല്ലെങ്കിൽ ഇതേ ഗതികേട് നിനക്കുമുണ്ടാകും. സുബ്ഹാനല്ലാഹ്. ആ കുട്ടി പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് മാറൂല. അതാ അല്ലദീന ആമനൂ എന്ന് പറഞ്ഞ് ഉറച്ച വിശ്വാസം. അവരാവുലിയാക്കൾ, അവർക്ക് നിങ്ങളെ വാള് കാണുമ്പോൾ പേടിക്കലൊന്നുമില്ല. ഒരു പേടി തന്നെ സംഗതിയില്ല. ആ ഖൗഫുൻ അലൈഹിം, എന്ത് വന്നാൽ എന്താ, അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് അല്ലാണ്ട് മരിക്കുമോ? പിന്നെ എന്ത് പേടിയാ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്തിവിടെ സംഭവിച്ചാലും അവർക്ക് ദുഃഖവും ഇല്ല. അള്ളാഹുവിൻ്റെ തീരുമാനം അവൻ നടപ്പാക്കുകയാണ്, പിന്നെ എന്ത് ദുഃഖ? സുബ്ഹാനല്ലാഹ്. ഈ കുട്ടിയെ ഒരു ടീമിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ ടീമിനോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെയും കൂട്ടിയിട്ട് ഒരു മലേൻ്റെ മുകളിൽ പോകണം. ആ മലേൻ്റെ മുകളിൽ നിന്ന് ഫൈൻ റജാഅൻ ദീനിഹി, അവൻ്റെ മതത്തിൽ നിന്ന് മാറാൻ തയ്യാറില്ലെങ്കിൽ ഫത്റഹു, മലേൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഊരുട്ടി അങ്ങ് തള്ളിയിട്ട് കൊന്നാളാണ്. അങ്ങനെ ഈ കുട്ടീനെയും കൂട്ടിയിട്ട് പോയി. അങ്ങനെ കുട്ടിയെ കൂട്ടിയിട്ട് പർവ്വതത്തിന്റെ മേലേക്ക് പോയി. ഫസൈദു ബിഹിൽ ജബൽ, പർവ്വതത്തിന്റെ മേലെത്തി. അവിടെ എത്തിയപ്പോൾ ഈ കുട്ടി എന്താ ചെയ്തത് അറിയോ? കുട്ടി ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅത, പടച്ചവനെ നീ ഉദ്ദേശിച്ചത് കൊണ്ട് നീ അങ്ങ് മതിയാക്കൂ അവരെ, നീ ഉദ്ദേശിച്ചത് കൊണ്ട് നീ അങ്ങ് മതിയാക്കൂ അവരെ, നീ അവരെ തടുക്കൂ. ഫറജഫ ബിഹിമുൽ ജബലു, പർവ്വതം അങ്ങ് കുലുങ്ങി. ഫസഖതു, മുഴുവനാളും വീണു. മലികി, നല്ല അന്തസ്സോടെ നടന്നിട്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. ഈ കുട്ടി കൂടെ കൊല്ലാൻ കൊണ്ടുപോയവരൊക്കെ ശരിയായിപ്പോയിന്. കുട്ടി നല്ല അന്തസ്സോടെ വരികയാണ്. രാജാവ് ഈ കുട്ടിയോട് ചോദിച്ചു, എന്താ സംഭവിച്ചു? ഇതിന്റെ കൂടെ ഞാൻ കുറെ ആളെ പറഞ്ഞേച്ചില്ലേ, എന്തായി? അപ്പൊ പറഞ്ഞു, കഫാനിഹിമുള്ള, അവർക്ക് വേണ്ടെല്ലാം പടച്ചോൻ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ഈ രാജാവിന് ചുണ്ടി കൂടി. വേറൊരു ടീമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളെ കൊണ്ടുപോയിട്ട് ഒരു തോണി കയറ്റി ഈ ചെറുപ്പക്കാരന് കടലിൽ കൊണ്ടുപോയിട്ട് നടുവിലെത്തിയാൽ അവനോട് പറയും, ഇപ്പൊ കടലിടൂന്ന് പറയാം. തയ്യാറാകുന്നില്ലേ? അവന്റെ ദീന് മാറാൻ തയ്യാറില്ലേ? എന്നാൽ ഫഖ്ദിഫൂഹു, നിങ്ങൾ പോയി കടലിലിട്ടിട്ട് പോരിന്ന് കൂട്ടിയിട്ട് പോയി. ഇവര് കടലിൽ നടുവിലെത്തി. അപ്പൊ അവിടുന്ന് കുട്ടി എന്ത് ചെയ്തു? അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅത, പടച്ചവനെ നീ ഉദ്ദേശിച്ചത് കൊടുത്തങ്ങ് മതിയായിക്കളാ. സുബ്ഹാനല്ലാഹ്. ഫൻകഫഅത് ബിഹിമുസ് സഫീന, പോയ തോണി അതാ മറിയുന്നു. ഫഗരിഖു, എല്ലാവരും മുങ്ങി നശിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. വജാഅ സീലൽ മലികി, തോണിയും വേണ്ട ഒന്നും വേണ്ട, നടന്നിങ്ങ് പോന്നു കുട്ടി നേരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സംഭവ ഇത്. സുന്നി വയസ്സിലുള്ളതല്ല കേട്ടോ. സുന്നി വയസ്സിൽ ചിലപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇത് സഹീഹ് മുസ്ലിമിലെ ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത് ഖുളൂസല്ല, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കറാമത്താ. കുട്ടി നടന്നിങ്ങ് വന്നു, രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നു. രാജാവ് ചോദിച്ചു, എന്തായി എന്ന് ചോദിച്ചു. എന്തായി? അത് ആണ്ടിയല്ലായി. എന്നിട്ട് പറഞ്ഞു കുട്ടി, നിങ്ങൾക്ക് എന്നെ കൊല്ലണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം വഴി. ഇന്നകലസ്തബിഖാതിലി, എന്നെ കൊല്ലാൻ ജീവിതം മുഴുക്ക ശ്രമിച്ച ഞങ്ങൾ കൊണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം എന്നെ എന്ത് ചെയ്യണം, എന്നെ കൊല്ലണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ചെയ്താൽ എന്നെ കൊല്ലാൻ പറ്റും. അപ്പൊ ഈ രാജാവ് ചോദിച്ചു, എന്നാലും തോക്കാൻ കഴിയല, കൊന്നേ പറ്റൂ, എന്നാ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. തജ്മഉന്നാസ ഫീ സഈദിൻ വാഹിദിൻ വതസ്ലിബ്നി അലാ ജിദിൻ ثم خذ سهما من كنانتي ثم ضع السهم في كبد القوس ثم قل بسم الله رب الغلام ثم ارمي فإنك إذا فعلت ذلك قتلتني. നിങ്ങൾ എന്നെ ഒരു നീണ്ട കൗങ്ങുമരം പോലെയുള്ള മരത്തിന്റെ മേലെ നിങ്ങൾ എന്നെ കൊണ്ടുപോയി കെട്ടിയിടുക. എന്നിട്ടോ നിങ്ങൾ ഒരു അമ്പെടുക്കുക. ആ അമ്പെടുത്ത് വില്ലിൽ കോത്ത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറയണം. എന്താ പറയണ്ടേ? ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ എയ്യുന്നു എന്ന് പറയാം. അതിനെന്ത് വേണോ? ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് സമ്മേളനം വേണം. സമ്മേളനത്തിൽ വെച്ചായിരിക്കണം, അല്ലാതെ സ്വകാര്യം പറ്റൂല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ എഴുതാൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയും, അല്ലാതെ കൊല്ലാൻ കഴിയൂല എന്ന്. എന്നാ പിന്നെ അങ്ങനെയാണ്. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മഹാസമ്മേളനം, രാജാവ് വിളിച്ചു കൂട്ടുന്ന മഹാസമ്മേളനമാണ്. വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിയെ വളരെ ഉയരമുള്ള ഒരു മരത്തിന്റെ മേലെ നാട്ടി. എന്നിട്ട് അമ്പെടുത്ത് എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം,
ഈ കുട്ടിയുടെ റബ്ബായ അല്ലാഹുവിൻ്റെ പേര് കൊണ്ട് ഇതാ ഞാൻ അയ്യുന്നു എന്ന് പറഞ്ഞ് അമ്പെയ്തപ്പോൾ അമ്പ് കുട്ടിയുടെ ശരീരത്തിൽ തറിക്കേണ്ടടുത്ത് തെറിച്ചു. കുട്ടി മൗത്തായിപ്പോയി. ഔലിയാക്കളെ കറാമത്ത് എന്തിനാന്നറിയോ നിങ്ങൾ? ആളുകൾ ഇസ്ലാമിലേക്ക് വരാനാണ്, സന്മാർഗം ജനങ്ങൾക്ക് കിട്ടാനാണ്, ജനങ്ങളെ ഈമാൻ ഉറക്കാനാണ്. അധിക കറാമത്തും അങ്ങനെയാണ്. ഈ കുട്ടി ഇത് പറഞ്ഞതനുസരിച്ച് ചെയ്തപ്പോൾ കുട്ടി മരിച്ചല്ലോ. അപ്പൊ ലോകത്തുള്ള സദാ ജനങ്ങൾക്കൊക്കെ അറിയാം എന്ത് കളി കളിച്ചിട്ടും ഈ കുട്ടിനെ കൊല്ലാൻ കഴിയാതെ പരാജയപ്പെട്ടപ്പോ ഇത് ചൊല്ലിയിട്ട് എഴുതാൽ മരിക്കുമെന്ന് നേരത്തെ തന്നെ കുട്ടി മുൻകൂട്ടി പറഞ്ഞു. മേലാൽ വരുന്ന വിഷയം പറഞ്ഞോബർ. പിന്നെ വരുന്ന കാര്യം മുൻകൂട്ടി പറയാൻ ഔലിയാക്കളിൽ പലർക്കും പലപ്പോഴും സാധിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞതുപോലെ നടന്നു. അപ്പൊ അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ മുഴുവനും അതാ ഉറക്കെ പറയുന്ന ആമന്നാ ബി റബ്ബിൽ ഉലാം. ഈ രാജാവ് റബ്ബല്ല, ഞങ്ങളെ റബ്ബ് ഈ കുട്ടിയുടെ റബ്ബായ അല്ലാഹുവാണ്. ആ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. കറാമത്ത് കാണിച്ചത് എന്തിനാ? എല്ലാവരും ഈമാൻ കിട്ടാനാ. എല്ലാവരും വിശ്വസിച്ചു. ഈ സാധു രാജാവ് പിന്നെന്ത് പറയാനാ? ചിലപ്പോണ്ട് ചില മൈസൂർ കൊല നല്ലോണം പഴുത്താലൊന്നും കുടഞ്ഞാൽ ഞാൻ പിന്നെ തണ്ട് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. പിന്നെ കൊലന്റെ തണ്ട് മാത്രം കായില്ല. ഇയാള് വന്ന മുഴുവൻ ആളുകളും മൂമിനായി മുസ്ലിമായി പോയി. സുബ്ഹാനല്ലാഹ്. ജനങ്ങൾ പറഞ്ഞാൻ തുടങ്ങി, ഇയാൾ എന്തായിരുന്നു നേരത്തെ സൂക്ഷിച്ചത്? ആ മുസീബത്ത് ഇയാൾക്ക് വന്നല്ലോ, എല്ലാവരും വിശ്വസിച്ചല്ലോ. പിന്നെ അയാൾ ചെയ്ത പണി അറിയോ? അയാൾ വലിയ തീക്കുണ്ടാരം കൂട്ടി. എന്നിട്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് ഈമാൻ കൈയൊഴിക്കാൻ തയ്യാറില്ലാത്തവരെ മുഴുവനും തീക്കുണ്ടാരത്തിലിട്ട് ചുട്ടുകരിക്കാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈമാനുള്ള എല്ലാ ആളുകളെയും തീയിലിട്ട് ചുടുമ്പോ നബിതങ്ങൾ പറയാണ്, ഹത്താജാതിമ്രഅതുൻ. ഈ കറാമത്ത് കണ്ട് വിശ്വസിച്ച ഒരു പെണ്ണ് വന്നു. വമഹാ സബിയുല്ലഹാ. ആ പെണ്ണിന്റെ കൂടെ ഒരു ചെറിയ കുഞ്ഞുണ്ട്. ഫതഖാഅസത്. തീയിലേക്ക് ചെറിയ കുഞ്ഞിനെയും എടുത്തങ്ങ് കടക്കാൻ നോക്കുമ്പോ ഈ ഉമ്മാന്റെ മനസ്സിലൊരു വിഷമം. അപ്പ ഈ ചെറിയ മുല കുടിക്കുന്ന കുട്ടി വിളിക്കുകയാണ്, ആ ഉമ്മ ഉമ്മ ഇസ്ബിരി ഫഇന്നകി അലൽ ഹഖ്. ക്ഷമിച്ചോ ഉമ്മ, നിങ്ങൾ സത്യത്തിലാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങൾ കണ്ടോ, അല്ലാഹു തആല അവന്റെ ഔലിയാക്കളായ ആളുകൾക്ക് കൊടുക്കുന്ന കറാമത്ത് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ധാരാളമുണ്ട്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ഹുബൈബ് റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഹുബൈബ് റളിയല്ലാഹു ആ സീസണിലെ മക്കത്ത് എവിടെയും ഫ്രൂട്ട് കിട്ടൂല. ഹുബൈബ് റളിയല്ലാഹു നല്ല ഫ്രൂട്ട് ഇങ്ങനെ തിന്നുന്നു. അതിനെപ്പറ്റി ഇമാം ബുഖാരി എന്താ റിപ്പോർട്ട് ചെയ്തത്? ഹുബൈബ് റളിയല്ലാഹുവിന് അല്ലാഹു തആല കൊടുത്ത ഭക്ഷണമായിരുന്നു, സ്പെഷ്യൽ ഭക്ഷണം, മറിയം ബീവിക്ക് കൊടുത്തതുപോലെ. അത് അള്ളാഹുവിൻ്റെ റസൂലിന്റെ സഹാബിയാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സഹാബികളെ കറാമത്ത്. ഇനിയോ സുബ്ഹാനല്ലാഹ്, എത്രയുണ്ട് പറയാന്. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ തന്നെ വന്ന എത്ര കാര്യങ്ങളുണ്ട്. അപ്പൊ ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്. ആ വിശ്വാസം ചോദ്യം ചെയ്യുന്നവർ മുഅ്തസിലത്താണ്. മുഅ്തസിലത്തിനെ ഫോട്ടോ കോപ്പി എടുത്തതാണ് ഇന്നത്തെ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ. അവരിങ്ങനെ ചോദിക്കുക. ഞാനൊരിക്കൽ പ്രബോധനത്തിൽ വായിച്ച്, എന്താണ്, ആസിം റളിയല്ലാഹുവിന്റെ ഹുബൈബ് റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായ ആളാണ്, കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്, ശത്രുക്കൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ആ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് മുറിച്ച് അതെ വികലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അല്ലാഹു തആല കടന്നലിനെ പറഞ്ഞയച്ചു. ആ കടന്നൽ കൂട് വന്നിട്ട് പൊതിഞ്ഞങ്ങ് നിന്നു. മഹാനവറുകൾ 4 ഭാഗത്തും ഇങ്ങനെ കടന്നൽ, ഒരൊറ്റ കുട്ടിക്ക് തൊടാൻ കഴിഞ്ഞില്ല മയ്യിത്ത്. ബുഖാരിയിലുള്ള ഹദീസ. അതിനെപ്പറ്റി പ്രബോധനം ചോദിച്ചു, അത്ര വലിയ കറാമത്തുണ്ടെങ്കിൽ മൂപ്പർക്ക് ആ കറാമത്ത് കൊല്ലുമ്പോൾ തന്നെ കാണിച്ചുകൂടായിനോ? അങ്ങനെയാണ് യുക്തിവാദികളെ ചോദ്യം. എങ്ങനെ ഉണ്ടാവും? കൊല്ലുമ്പോൾ തന്നെ കാണിച്ചുകൂടായിരുന്നോ? യുക്തിവാദി ആയതുകൊണ്ടാണ് ചോദിച്ച്. പേര് ജമാഅത്ത് ഇസ്ലാമിനെ ഉള്ളൂ, ജമാഅത്ത് ഇസ്ലാമി അല്ല, യുക്തിവാദ. പക്ഷേ അല്ലാഹു തആല ഷഹീദായി മരിക്കുക എന്ന വലിയ കറാമത്ത്
അത് കൊടുക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് അപ്പോൾ ആ കറാമത്ത് പ്രകടിപ്പിക്കാതിരുന്നത്. ഏതുപോലെ മുജാഹിദിന്റെ നേതാവായ KM മൗലവി അൽ വിലായത്ത് വൽ കറാമ എന്ന മുജാഹിദിന്റെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 100 കണക്കിന് കിലോമീറ്റർ അകലെ നഹാവന്ത് ഇറാനിൽ വെച്ച് യുദ്ധം ചെയ്യുന്ന സൈന്യത്തിന്റെ ക്യാപ്റ്റൻ സാരി റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ മിമ്പറിൽ നിന്ന് കണ്ടു. എന്നിട്ട് സൈന്യത്തെയും കണ്ടു, ശത്രു സൈന്യത്തെയും കണ്ടു, സാരി റളിയല്ലാഹു അൻഹുവിനെയും കണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് അവിടുന്ന് ഒരു ഓർഡർ കൊടുത്തു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. അത് കറാമത്ത് കൊണ്ടുള്ള ഓർഡറാണ്, കറാമത്ത് കൊണ്ടുള്ള കാഴ്ചയാണ്. ആ കാഴ്ചയിൽ കൊടുത്ത ഓർഡർ കേട്ടു, അവരാ യുദ്ധത്തിൽ വിജയം കൈവരിച്ചു. അത് ഈ ആരെഴുതി വെച്ചു? KM മൗലവി എഴുതി വെച്ചു. എവിടെ? മുജാഹിദിന്റെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച അൽ വിലായത്ത് വൽ കറാമയിൽ. അപ്പോൾ ഒരു ചോദ്യം ഉണ്ട് അവിടെ. എന്താ അറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് വഫാത്തായത് എങ്ങനെ? ബേക്കിന്ന് ഒരു തീവ്രവാദി കുത്തിയിട്ട് അങ്ങനെ നഹാവന്തിൽ യുദ്ധം ചെയ്യുന്നത് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് എന്റെ ബേക്കിന്ന് കുത്തുമ്പം കാണാഞ്ഞേ? യുക്തിവാദിന്റെ ചോദ്യ. ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആയുസ് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ശത്രുവിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട ആ ഷഹീദിന്റെ കൂലി കിട്ടും. അതൊരു വലിയ കറാമത്താണ്. ആ കറാമത്ത് നഷ്ടപ്പെടുന്നതിനാൽ അവിടെ കാണുക എന്ന കറാമത്ത് നടന്നില്ല. വലിയ കറാമത്തിന് നഷ്ടമുള്ള ചെറിയ കറാമത്ത് ഉണ്ടായില്ല. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ യുക്തിവാദികൾക്ക് പല ചോദ്യമുണ്ട്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീര് പുരട്ടിയപ്പോൾ മുറിഞ്ഞ കാല് ഉടനെ തന്നെ ഉണങ്ങിപ്പോയി. ഇസ്വീന്ന് ഊതിയപ്പോൾ ഉണങ്ങിപ്പോയി. ബുഖാരിയിലും മുസ്ലിമിലൊക്കെയുള്ള പല ഹദീസിലും കാണാം. അപ്പൊ ഒരു ചോദ്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പല്ല് പൊട്ടിയിട്ട് ചോര വന്നില്ലേ? തലമുറിഞ്ഞ് ചോര വന്നില്ലേ? നബി തങ്ങൾ ആദാ വാഹനത്തുനിന്ന് വീണ് പരിക്ക് പറ്റിയില്ലേ? ഓ മനുഷ്യ, അതൊക്കെ അള്ളാന്റെ ഖദറനുസരിച്ച് നടക്കേണ്ടത് നടന്നു. അതിനൊക്കെ അള്ളാന്റെ റസൂലിന് പ്രതിഫലം കിട്ടുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതവിടുത്തെ ഉമ്മത്ത്, ആ ഉമ്മത്തിനെ നയിക്കുന്ന പണ്ഡിതന്മാർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ക്ഷമിച്ചു നിൽക്കാൻ മനക്കരുത്തുണ്ടാകാൻ അത് കാരണമാണ്. അങ്ങനെ അതിൻ്റെ പിന്നിൽ പല രഹസ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ റസൂലിന് ഉമിനീരിന് ബറക്കത്തില്ലെന്നല്ല, ആ ഉമിനീര് കൊണ്ട് രോഗം സുഖപ്പെട്ടത് ബുഖാരിയിലുണ്ട്, മുറി ഉണങ്ങിയത് ബുഖാരിയിലുണ്ട്. അതൊന്നും നീ നിഷേധിക്കാൻ പോകണ്ട. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ എത്രയോ കറാമത്തുകൾ ലോകത്ത് നടക്കുകയാണ്, നടന്നിട്ടുള്ളതാണ്. അതൊരിക്കലും നിഷേധിക്കാൻ കഴിയൂല. ഇനി ഓരോന്നോരോന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര സമയം പറഞ്ഞാലും തീരൂല. അതുകൊണ്ട് ചുരുക്കി 2-3 കൂടി പറയാം. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു കറാമത്തിനെ സംബന്ധിച്ച് വിശദമായി അങ്ങ് സംസാരിച്ചു. അതിൻ്റെ ഇടക്ക് മഹാനവറുകൾ പറഞ്ഞു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഒരുപാട് കറാമത്തുണ്ടായി. അതിൽ പെട്ടതാണ് ചുരുങ്ങിയ ഭക്ഷണം വർദ്ധിച്ചത്. വയറ്റിലുള്ള കുട്ടി, ആ കുട്ടി പെണ്ണാണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് അതേ നിലക്ക് തന്നെ പ്രസവിക്കപ്പെട്ടത്. ഇതുപോലെ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്വഹാബത്ത് നബി തങ്ങളെ വിളിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മയ്യിത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഖബറിൽ നിന്ന് സ്വഹാബത്തിന് ഉത്തരം കിട്ടി, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷമുള്ള കറാമത്താണ്. ഇവിടെ വന്നിട്ടൊരു സാധു മനുഷ്യൻ ചോദിച്ചു, ആത്മീയമായിട്ട് ഭരണാധികാരം ഉണ്ടാവോ? കാര്യമായിട്ട് ചോദിച്ചതാ, ആത്മീയമായിട്ട് ഭരണാധികാരം ഉണ്ടാവോ? എന്താ ചെയ്യുക? അല്ലാഹു തആല മിസ്കീനായ മനുഷ്യന് വിവരം കൊടുക്കട്ടെ. എല്ലാവരും നന്നാകുന്നു വേർക്കപ്പെടുന്ന ഫിത്തന കുറേ കുറയൂലേ? ഈ ബിലീസ് നന്നാകുന്നു വേർന്നിട്ട് കാര്യമില്ല, ഫിത്തന കുറയേനു, പക്ഷെ കാര്യമില്ല. അതുപോലെയാണോന്ന് അറിയില്ല. ഒരു സാധു ചോദിച്ചതാ. ഞാൻ നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലം, ആ ഭരിക്കുന്ന കാലത്ത് ആത്മീയമായ ഭരണം കണ്ടോ? സൈന്യത്തിന് അതാ വിവരം കൊടുത്തതാ നമ്മൾ പറഞ്ഞത്. മദീനയിൽ നിന്നുകൊണ്ട് നഹാവന്തിലുള്ള സൈന്യത്തെ നിയന്ത്രിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്.
അത് മുജാഹിദിന്റെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണുള്ളത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഴയ്ക്ക് കത്തെഴുതുന്നു, നൈൽ നദിക്ക് കത്തെഴുതുന്നു. കത്തിലെന്താ വെക്കുന്നത്? നീ അള്ളാന്റെ ഓർഡർ പ്രകാരം ഒലിക്കുന്ന നദിയാണോ എന്നാ ഒലിച്ചോളണം, നിന്നാ പറ്റൂല. അല്ല, നിന്റെ ഇഷ്ടപ്രകാരമാണോ നീ ഒലിക്കണോന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് കത്തെഴുതാണ്. ആർക്ക്? പുഴയ്ക്ക്, നദിക്ക്, നൈൽ നദിക്ക്. ആ കടലാസ് കൊണ്ടുപോയി നദിയിലിട്ടപ്പോൾ പിന്നെ ഇതുവരെ നൈൽ നദി ഒലിപ്പ് നിന്നിട്ടില്ല. മാസങ്ങളോളം ഒലിക്കാതിരുന്നപ്പോ ഈജിപ്തിലുള്ള ജനങ്ങൾ മുഴുവനും ബുദ്ധിമുട്ടിയപ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന ഗവർണറോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോഴാണ് അംർ ഇബ്നുൽ ആസ് തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിനോട് ഇസ്തിഗാഥ ചെയ്തത്, സഹായം തേടിയത്. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് അതേ ഒരു കടലാസ് കൊടുത്തയച്ചത്, ഒരു കത്തെഴുതിയിട്ട് അതേ മഹാനവറുകളുടെ ഓർഡർ അനുസരിച്ച് പുഴ ഒലിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എത്രയുണ്ട് പറയാൻ. ഇനിയോ സുഹൃത്തുക്കളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാലത്ത് ഭൂമി കുലുങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് എന്താ ചെയ്തത്? കയ്യിലുണ്ട് ഒരു ആയുധം, പൊരുത്തക്കേട് കളിക്കുന്നവർക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധ. അവിടെ ഒരൊറ്റ അടി കൊടുത്തു ഭൂമിയെ. അടിച്ചിട്ട് പറഞ്ഞു, അലം ആയതില്ല അലി, ഞാൻ നിന്റെ മേൽ നീതിയോടുകൂടെ ഭരണം നടത്തിയിട്ടില്ലേ, എന്തുകൊണ്ടാണ് നീ കുലുങ്ങാൻ കാരണം? പിന്നെ ഭൂമി അടങ്ങിപ്പോയി. ആത്മീയമായുമുണ്ട് ഭരണം, ആത്മീയമായുമുണ്ട് ചില നിയന്ത്രണം, ആത്മീയമായുമുണ്ട് ചില കൈകാര്യം. അതില്ലെന്ന് പറയുന്നവന് അതാ അവർക്ക് കറാമത്ത് അറിയില്ല, ഔലിയാക്കളെ അറിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ മുന്നിലേക്ക് ഒരാൾ കയറി വന്നു. കയറി വരുമ്പം തന്നെ ചോദിക്കുകയാണ്, വ്യഭിചാരത്തിൻ്റെ പാടുണ്ടല്ലോ മുഖത്ത്. കാരണം വരുമ്പോൾ ഒരു പെണ്ണിനെ നോക്കിപ്പോയിരുന്നു. അത് ഈ വീട്ടിലിരുന്ന് മുഖം നോക്കി പറയുകയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അലി ഇബ്നു അബീ ത്വാലിബ്, 4 ഖുലഫാഉർ റാഷിദീങ്ങളെയും കറാമത്ത്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളതാ കഅബ ശരീഫിന്റെ സമീപത്തിരിക്കുമ്പോ ഒരു പദ്യം കേൾക്കുന്നു. യമൻ യുജീബു ദുഅൽ മുത്തർരി ഫിൽ ളുലമി യാ കാശിഫൽ ദുർരി ബൽ വൽ ബൽവാ മഅസ്സഖമി. അങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട പദ്യം. തെറ്റ് ചെയ്തവന് പടച്ചവരെ നീ മാപ്പ് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ തെറ്റ് ചെയ്തവൻ ആരോട് പറയുമെന്നാണ് ആ പദ്യത്തിന്റെ ആകത്തുക. അലി ഇബ്നു അബീ ത്വാലിബ് മകനെ വിളിച്ച് പറയുന്നു, ആ പദ്യം ചെല്ലുന്നവനെ കൂട്ടിക്കൊണ്ടുവരണം, പാതിരക്കാണിത്. കൂട്ടിക്കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നു, എന്താണ് നിന്റെ കഥ? അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ കുറ്റം ചെയ്യുന്ന തെമ്മാടിയായിരുന്നു യുവത്വത്തിൽ. എൻ്റെ ബാപ്പ എന്നോട് പലപ്പോഴും വാത് പറയും, പക്ഷേ ബാപ്പാന്റെ വാത് ഞാൻ കേൾക്കൂല. ഒരു ദിവസം ബാപ്പ വല്ലാതെ പറഞ്ഞപ്പോൾ ബാപ്പാക്ക് കൊടുത്തൊരടി. ബാപ്പക്ക് ദേഷ്യം പിടിച്ചു. ബാപ്പ ഹറമിൽ പോയിട്ട് ദുആ ചെയ്തു. ആ ദുആ എനിക്ക് പറ്റി, എൻ്റെ ശരീരത്തിനൊരു ഭാഗം കുഴഞ്ഞുപോയി. പിന്നെ ഞാൻ ബാപ്പാനോട് മാപ്പ് പറഞ്ഞു. ബാപ്പ എനിക്ക് പൊരുത്തപ്പെട്ടു. ബാപ്പ തന്നെ എൻ്റെ ശരീരം ശരിയാകാനെന്ന് ദുആ ചെയ്യാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. പക്ഷെ ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ ഒട്ടകമൊന്ന് കുലുങ്ങി. അതാ ബാപ്പ തെറിച്ച് വീണതൊരു കല്ലിൻ്റെ മേലെയാണ്, മരണപ്പെട്ടുപോയി. ആ ബാപ്പയുടെ ദുആ എനിക്ക് കിട്ടിയില്ല. ഞാനിപ്പോൾ ഹറമിൽ വന്ന് പടച്ചവനോട് ദുആ ചെയ്യാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചോദിച്ചു, ബാപ്പ പൊരുത്തപ്പെട്ടു തന്നെ, ശരിയാണോ? വല്ലാഹി ശരിയാണ്. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉടനെ തന്നെ കുറച്ച് റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് ഒരു ദുആ നടത്തി വന്നിട്ട് ഈ കുട്ടിയെ വിളിക്കുകയാണ്, ഈ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. യാ മുബാറക്, അനുഗ്രഹീതനായ മനുഷ്യാക്കും, എഴുന്നേറ്റടോ, പൊയ്ക്കടോ. അധികാരമാണ്. എഴുന്നേറ്റ് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നടക്കുകയാണ്. ഒരു രോഗവുമില്ല. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണ്. ഇങ്ങനെ സഹാബത്തിന്റെ കറാമത്ത് തന്നെ എത്ര പറയാനുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മോനാണ്. അള്ളാഹിന്റെ റസൂലിന് വലിയ തൃപ്തിയുള്ള ചെറുപ്പക്കാരനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു വഴി കൂടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു സ്ഥലത്തൊരു സിംഹം വന്ന് നിൽക്കുകയാണ്.
ആളുകൾക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ വന്നിട്ട് സിംഹത്തോട് പറഞ്ഞ, മാറി നിൽക്കടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. തനഹ, മാറി നിൽക്കടാ എന്ന് പറയുമ്പോൾ ആ സിംഹം മാറി നിൽക്കുകയാണ്, വാല് താഴ്ത്തുകയാണ്, ഒഴിഞ്ഞു പോവുകയാണ്. അലാ ഇബ്നുൽ ഹദ്റമി തങ്ങൾ സഹാബിയാണ്, യുദ്ധത്തിന് പറഞ്ഞയച്ചതാണ്. ചെന്ന് നോക്കുമ്പോൾ ഒരു കടല് കടക്കാതെ അതാ ശത്രുവിൻ്റെ അടുക്കലെത്തൂല. ബഹുമാനപ്പെട്ടവർ അവിടെ നിന്നതാ ഒരു ദുആ നടത്തിയിട്ട് സൈന്യത്തോട് പറയുന്നു, പിന്നാലെ നടന്നോ. വമശൗ അലൽ മായി, വെള്ളത്തിൻ്റെ മേലെ അലാഉൽ ഹദ്റമി റളിയല്ലാഹു അൻഹു സൈന്യവും നടന്നു പോവുകയാണ്. സഹാബത്തിലുള്ള എത്ര കറാമത്തുകളാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു, അബൂദർദാ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോഴതാ പ്ലേറ്റ് തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കുകയാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുകയാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, ആ ഖാലിദ് ഇബ്നുൽ വലീദിനോട് ഒരാൾ പറഞ്ഞു, നിങ്ങളെ ഇസ്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കാം, പക്ഷേ നല്ല എ ക്ലാസ് വിഷം കൊണ്ടുവന്നിട്ടൊന്ന് കുടിച്ചു തരുമോ? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാങ്ങിയിട്ട് വിഷമങ്ങ് കുടിക്കുന്നു. ഒരപകടവും സംഭവിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. എത്ര കറാമത്തുകളാണ് സഹാബത്തിന്റെ കറാമത്ത്. അതിൻ്റെ ശേഷം ഔലിയാക്കളെ കറാമത്ത് എത്രയാണ്. ആകയാൽ ഖുർആനിലും ഹദീസിലും സഹാബത്തിന്റെ ജീവിതത്തിലും ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളെ ജീവിതത്തിലും കറാമത്തിൻ്റെ അതമാലപ്പടക്കമാണ്. കറാമത്ത് പറഞ്ഞു തീർക്കാൻ കഴിയൂല.